ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ട് 18ാമത്തെ ദിവസമാണ്. സെക്രട്ടേറിയറ്റ് OA തുടങ്ങിയ 10th മെയിൻസ് എക്സാമിന് പഠിക്കാൻ തുടങ്ങിയിട്ട് മെയ് 21-നാണല്ലോ എക്സാം. അങ്ങനെ ഇന്ന് 18ാമത്തെ ദിവസമായിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് വെച്ചാൽ, ഞാനിന്ന് പ്രശസ്തമായ കുറച്ച് വരികൾ, കൃതികൾ, അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളാണ്, അതായത് സാഹിത്യത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ. അതിലിപ്പം കൃതികളൊക്കെ നോക്കിയപ്പാട്, വരികളൊക്കെ നോക്കിയപ്പാട് അതിൽ എല്ലാം എനിക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി വെച്ചാൽ, ഒരു പേജ് മാത്രം ഒന്ന് വായിച്ചു പോയി. എന്നിട്ട് ബാക്കിയുള്ളത് അടുത്ത ഡേയിലേക്ക് വെച്ചു. ഒന്നിച്ച് പഠിക്കാനിരുന്നാൽ അതെല്ലാം തലയിൽ നിൽക്കണം എന്നില്ലാത്തത് കൊണ്ട് അത് ഒരു പേജ് വായിച്ച് അത് അവിടെ വെച്ചു. പിന്നെ ഞാൻ പത്രപ്രവർത്തനമാണ് നോക്കിയത്, മലയാള പത്രപ്രവർത്തനം. അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതായിരുന്നു. കുറേ സന്തുഷ്ടവാദിയും അങ്ങനെ കുറേ കാര്യങ്ങൾ, കേരളമിത്രം, അതൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ. കുറേ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറേ പോയിൻ്റ് അറിയുന്നത് കൊണ്ട് അത് കുറച്ച് ഈസി ആയിട്ട് മുന്നോട്ട് പോയി. പിന്നെ ഇന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ 10th പ്രിലിംസിൻ്റെ ചോദ്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു പോയി. മാത്സ് ചെയ്തു. അതിൽ ചോദ്യങ്ങളെല്ലാം അറിയാത്ത ചോദ്യങ്ങൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ, ബാക്കി വിവരങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു PDF കിട്ടിയിരുന്നു. അങ്ങനെ ടെലഗ്രാമിൽ നിന്ന് ഒരു PDF, കേരള ഭരണത്തിൻ്റെ. അപ്പം കേരള ഭരണം ആ ഒരു പോർഷൻസ് PYQ 2021 തൊട്ട് ഇങ്ങോട്ടേക്കുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു PDF. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കി. നല്ലതായിരുന്നു. അതിലിപ്പം ഫുള്ള് നോക്കിയിട്ടില്ല, ഒരു 100 ചില്ലറ പേജുള്ള ഒരു PDF ആണ്. ഒരു പകുതിയോളം നോക്കിയിട്ടുണ്ട്. ബാക്കി ഇന്ന് വേറൊരു ദിവസം കൂടി നോക്കണമെന്നാണ് ചിന്തിക്കുന്നത്. അപ്പം ഇന്ന് ഇങ്ങനെയാണ് പഠിച്ചത്. പകൽ ഞാൻ ഇതൊക്കെയാണ് പഠിച്ചത്. പിന്നെ എന്താ വെച്ചാൽ, പഠിക്കാനിരിക്കുമ്പോൾ കുഞ്ഞ് അടുത്ത് വന്ന് കുറച്ച് കച്ചറ ഓമന കുരുത്തക്കേട് അങ്ങനെ ആ ഒരു രീതിയിലായതുകൊണ്ട് ഇടയ്ക്ക് അവളോടും കളിക്കണം. പിന്നെ അവൾക്ക് കളിക്കാൻ ഒരു കൂട്ട് അപ്പുറത്തെ വീട്ടിലൊരു കുഞ്ഞുള്ളതുകൊണ്ട് ഇന്ന് കളിച്ചുകൊണ്ട് ഉണ്ടായതാണ്. പക്ഷേ നാളെ അവൾക്ക് എക്സാമാണ്. എക്സാമിന് പഠിക്കാനുണ്ട്. അപ്പോൾ പഠിക്കാൻ ഇരിക്കുമ്പം അവൾ പഠിക്കാൻ വരുമ്പം രണ്ടും നടക്കില്ല. അപ്പോൾ ഇടയ്ക്ക് അവളെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ ഞാൻ പഠിക്കുന്നത് കുറവായിരുന്നു. അങ്ങനെ രണ്ടും ഒരുപോലെ കൊണ്ടുപോയി. ഇന്ന് കുഞ്ഞുങ്ങളുള്ള അമ്മമാരാവുമ്പം ഇങ്ങനെയാണല്ലോ, മുഴുവൻ ഇരുന്ന് പഠിക്കാൻ പറ്റണമെന്ന് പറ്റില്ല എന്തായാലും. അപ്പം കുഞ്ഞുങ്ങൾ സമാധാനിപ്പിച്ചും അവരെ ഒതുക്കിയിട്ടൊക്കെ വേണമല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. പക്ഷേ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കാനും പറ്റില്ല. നമ്മളുടെ ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ ഉറപ്പായും നമ്മൾ കഷ്ടപ്പെടണം. നമുക്ക് കുടുംബത്തെ ഒഴിവാക്കാനും പറ്റില്ല. പിന്നെ വെച്ചാൽ, എനിക്കിവളെ കാര്യങ്ങൾ നോക്കാതിരിക്കാൻ എന്തായാലും പറ്റില്ല. ഞാനൊരു സിംഗിൾ മദറാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ഞാൻ തന്നെയാണ്. പിന്നെ രാത്രിയിൽ വെച്ചാൽ എക്സാം ആയതുകൊണ്ട് അവൾക്ക് പഠിക്കാൻ കുറേ ഉണ്ട്. പ്രൈമറി ആയാലും ഇംഗ്ലീഷാണ് ആദ്യം എക്സാം. കുറേ പഠിക്കാനുണ്ട്. അപ്പം കുറേ കുഞ്ഞല്ലേ, എല്ലാം പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അപ്പം എന്തായാലും ഒരാൾ പറഞ്ഞു കൊടുക്കാൻ തന്നെ വേണം. അപ്പം രാത്രി നമ്മളൊരു 7 മണി തൊട്ട് 10 മണി വരെയും അവളെ തന്നെയായിരുന്നു പഠിപ്പിച്ചത്. രാത്രിക്ക് അങ്ങനെ ഒന്നും പഠിക്കാൻ പറ്റിയില്ല. പിന്നെ അതിന് ശേഷം കുറച്ച് സമയം, ഒരു 10 മണിക്ക് ശേഷം ഒരു 11:30 വരെ ഞാൻ ഇരുന്നിട്ടുണ്ട്. അന്നേരം കുറച്ച് മാത്സും ഇംഗ്ലീഷൊക്കെ നോക്കി അങ്ങനെ പോവുകയാണ് ഉണ്ടായത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെന്താ, മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്